إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം നേടിയെടുക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഉന്നതമായ സുഖവാസത്തിൻ്റെ സ്ഥലമാണ് സ്വർഗം എന്നുള്ളത്. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ അറിയുമ്പോൾ ആ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് പോകാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ആ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ട്. കഴിഞ്ഞ മാസത്തിലെ 2 ഖുതുബകളിൽ ആ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചില പ്രവർത്തനങ്ങളെ എണ്ണി നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒന്നാമതായി അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അതിൽ ശിർക്ക് കലരാൻ പാടില്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിക്കാൻ കഴിയണം. ആ വിശ്വാസം ഇസ്തിഖാമത്തോടുകൂടി സ്ഥിരമായി എല്ലായ്പ്പോഴും വിശ്വാസത്തിൽ ഉണ്ടാകണം. അതിൻ്റെ കൂടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടലും തഖ്വയും അതേപോലെ തന്നെ തവക്കുലുമൊക്കെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർമ്മങ്ങളുടെ കൂട്ടത്തിലെ നമസ്കാരങ്ങളും അതേപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും കുടുംബബന്ധം ചേർക്കലും പെൺമക്കളെ പരിപാലിക്കലും രോഗിയെ സന്ദർശിക്കലും ഒക്കെ ഈ പറയപ്പെടുന്ന സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശുദ്ധ ഖുർആനിലൂടെ ഹദീസുകളിലൂടെ ഇസ്ലാം പഠിപ്പിച്ചു തന്ന സ്വർഗപ്രവേശനം എളുപ്പമാകുന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വിഷയങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലും ഇൻഷാ അല്ലാഹ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോന്നും ഇത്തരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ
അതും ഞാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തി, എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന ഒരു കാര്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് സൽസ്വഭാവമാണ്. തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് സൽസ്വഭാവമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, മാ അക്തറു മാ യുദ്ഖിലുൽ ജന്ന, പ്രവാചകരെ, സ്വർഗത്തിലേക്ക് അധിക ആളുകളെയും പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ മറുപടി അത്തഖ്വ വഹുസ്നുൽ ഖുൽഖ്. രണ്ടു കാര്യങ്ങളാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. രണ്ടു കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അധിക ആളുകളെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാക്കുന്ന രണ്ടു കാര്യങ്ങൾ. ഒന്ന് തഖ്വയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു വെച്ചത് സൽസ്വഭാവത്തെയാണ്, ഹുസ്നുൽ ഖുൽഖിനെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വഭാവ സംസ്കരണം എന്നത് വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചത് തന്നെ ആ വിശ്വാസത്തിൽ, ആ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. പ്രവാചകൻ പറയുകയാണ്, പ്രവാചകനെ നിയോഗിച്ചത് തന്നെ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം സ്വഭാവം നന്നാക്കുന്ന വിഷയത്തിലുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജതസ് സ്വാഇമിൽ ഖായിം. സ്വഭാവം നന്നാക്കിയതിലൂടെ ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദറജ, അത് ഒരു നോമ്പുകാരനെ എത്രത്തോളം ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ, ഒരു നമസ്കാരക്കാരന് എത്ര ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമോ, ആ സ്ഥാനത്തേക്ക് ഒരാൾക്ക് സൽസ്വഭാവം കൊണ്ട്, ഒരു വിശ്വാസിക്ക് സൽസ്വഭാവം കൊണ്ട് എത്തിപ്പെടാൻ കഴിയുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. സ്വഭാവം നന്നാക്കിയവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. സ്വഭാവം നന്നാക്കിയാൽ അത് സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലായിടത്തും സ്വഭാവം നന്നായിരിക്കണം. എന്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് മറ്റുള്ളവർ, ഞാനുമായി ബന്ധപ്പെടുന്നവർ തന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായ വർത്തമാനങ്ങളാണെങ്കിൽ അത്തരം ആളുകൾക്കാണ്, അവരാണ് സൽസ്വഭാവികൾ എന്ന് നാം മനസ്സിലാക്കണം. ഭാര്യയോട് ചോദിക്കണം എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം, ഭർത്താവിനോട് ചോദിക്കണം എന്താ ഭാര്യയുടെ സ്വഭാവം, ഉമ്മയോട്, ഉപ്പയോട്, സഹോദരന്മാരോട്, കൂട്ടുകാരോട്, അങ്ങനെ സഹപ്രവർത്തകരോട്, യജമാനനോട്, ജോലിക്കാരനോട്, അങ്ങനെ താനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഏതൊക്കെ വിഭാഗം ആളുകളുണ്ടോ അവരോട് ചോദിക്കണം എങ്ങനെയുണ്ട് സ്വഭാവം. സാധാരണ മദ്രസയിലെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിന്റെ സ്വഭാവത്തിന്, നിന്റെ പെരുമാറ്റത്തിന് നിന്റെ രക്ഷിതാവ്, നിന്റെ ഉമ്മ എത്ര മാർക്കിട്ട് തരും? കുട്ടികൾ പലപ്പോഴും പല ഉത്തരങ്ങൾ പറയും. ചില നല്ല കുട്ടികൾ പറയും, എൻ്റെ ഉപ്പ മുഴുവൻ മാർക്ക് ഇട്ടുതരും, എൻ്റെ ഉമ്മ മുഴുവൻ മാർക്കും ഇട്ടു തരും, കാരണം എൻ്റെ സ്വഭാവം നല്ലതാ. പ്രിയമുള്ളവരെ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരന്മാർ, എൻ്റെ ഉടമസ്ഥൻ, എൻ്റെ യജമാനൻ, എൻ്റെ ജോലിക്കാരൻ, അങ്ങനെ ഞാനുമായി ബന്ധപ്പെടുന്നവർ, എൻ്റെ മുകളിലുള്ളവരാകട്ടെ താഴെയുള്ളവരാകട്ടെ, എൻ്റെ സ്വഭാവത്തിന് ഈ 10ൽ 10 മാർക്കിട്ട് തരാൻ മാത്രമുള്ള യോഗ്യത നമ്മുടെ സ്വഭാവത്തിനുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനപ്പുറത്ത് ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മാർക്കെത്ര വീഴുമെന്ന പരിശോധന. എൻ്റെ സ്വഭാവം എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ്, ആ റബ്ബിൽ നിന്നും ആ സ്വഭാവത്തിന് എത്ര മാർക്ക് കിട്ടുമെന്ന പരിശോധന. പ്രിയമുള്ളവരെ, സ്വഭാവം നന്നാക്കിയിട്ടില്ലെങ്കിൽ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്നാണ് ഈ ഹദീസുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വഭാവം നന്നാക്കിയവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തുള്ളവരെന്നും ഒക്കെ ഹദീസുകൾ നമുക്കിതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. സ്വഭാവം നന്നാക്കിയവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ, ശരീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ഏതു രംഗത്ത് നിൽക്കുന്നോ, എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ സ്വഭാവം നന്നാക്കാൻ കഴിഞ്ഞാൽ
എന്റെ സ്വർഗപ്രവേശനം അത് എളുപ്പമാക്കി തരുമെന്ന് നാം കൂട്ടി വായിക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, സ്വർഗത്തിൽ പോകണമെങ്കിൽ തർക്കം ഒഴിവാക്കുക എന്നതാണ്. തർക്കം എന്നത് എപ്പോഴും അനാവശ്യമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അനാവശ്യമായ ഒരു കാര്യത്തിനും നിങ്ങൾ തർക്കിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. വേദക്കാരുമായി സംസാരിക്കുമ്പോൾ മതത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ദേഷ്യപ്പെടരുത് എന്ന് പഠിപ്പിച്ച വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. വേദക്കാരോട് പരസ്പരം സംസാരിക്കുന്ന സമയത്ത് അവരോട് ഏറ്റവും നല്ല നിലക്കല്ലാതെ നിങ്ങൾ തർക്കിക്കാൻ പാടില്ല. തർക്കിക്കുമ്പോൾ നല്ല നിലക്ക് നല്ല സംസാരം ഉണ്ടാക്കിയെടുക്കാൻ അവിടുന്ന് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. തർക്കം ഒഴിവാക്കിയാൽ സ്വർഗം കിട്ടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം എന്ന കാര്യമാണ് അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീട് നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കാണെന്നറിയോ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ. തന്റെ ഭാഗത്താണ് ശരി എന്നുണ്ടായിട്ട് പോലും തർക്കം ഒഴിവാക്കാൻ വേണ്ടി ആ തർക്കത്തെ മാറ്റിവെച്ചവൻ, താൻ മാറി നിന്നവൻ. തർക്കണ്ടാവാൻ എല്ലാ സാധ്യതയും മുമ്പിലുണ്ട്. തന്റെ ഭാഗത്താണ് ശരി, അപ്പുറത്തുള്ളത് 100% തിന്മയ. ഇതുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ സ്വാഭാവികമായും വലിയ ശബ്ദങ്ങൾ ഉണ്ടാകും, കോലാഹലങ്ങൾ ഉണ്ടാകും, അടി ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ ഭാഗത്താണ് ശരി എന്ന് ഉറച്ചിട്ട് പോലും, അത് ഉറപ്പുണ്ടായിട്ട് പോലും അവിടെ നിന്ന് മാറി നിന്ന് ആ പ്രശ്നത്തെ ഇല്ലാതാക്കിയാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന്, ഞാൻ ജാമ്യം നിൽക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. പ്രിയമുള്ളവരെ, തർക്കം ഒഴിവാക്കാൻ പരിശ്രമിക്കുക. ആരോടുമായിക്കോട്ടെ, വീട്ടിന്റെ അകത്താകട്ടെ, റൂമിന്റെ അകത്താകട്ടെ, കമ്പനിക്കകത്താകട്ടെ, താൻ ഇടപെടുന്ന ഏതു മേഖലയിലാകട്ടെ, ഇതൊക്കെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഞാൻ ഇടപെടുന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ഏരിയകളിലാണ്. അവിടൊക്കെ തർക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മാറ്റിവെച്ചാൽ അത് സാരല്ല, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞൊന്ന് വിട്ടുകൊടുത്താൽ, ആ തർക്കം മാറ്റിവെച്ചാൽ നമുക്ക് കിട്ടാനുള്ള നേട്ടം സ്വർഗമാണ് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ ലക്ഷ്യം അതാ. ഇന്ന് പള്ളിയിലെത്തിയത് എന്തിനാ? തന്റെ ഷോപ്പ് അടച്ചിട്ട്, തന്റെ ജോലി നിർത്തിയിട്ട്, തന്റെ പഠനം മാറ്റിവെച്ചിട്ട്, തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് ഈ പള്ളിയിൽ, ഈ മുസല്ലയിൽ ഇരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? ആ സ്വർഗമാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്വർഗം കിട്ടും. ആർക്ക്? ആ സ്വർഗം കിട്ടും തർക്കം ഒഴിവാക്കിയ ആളുകൾക്ക് എന്നതാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന്, സ്വർഗം കിട്ടണമെങ്കിൽ കളവ് പറയാതിരിക്കുക എന്നതാണ്. ഇന്ന് സമൂഹത്തിൽ തീരെ ഗൗരവമില്ലതായി മാറിയ ഒരു കാര്യമാണ് കളവ് പറയൽ എന്നത്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കളവ് പറയാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗമം അതിനുവേണ്ടി നിശ്ചയിക്കുക എത്ര വലിയ അബദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ കളവും പറഞ്ഞിട്ട് നമ്മളൊന്ന് പറയും, അത് തള്ളി മറക്കുകയാണ്. ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ആ കളവിനെ മൊത്തം ഇല്ലാതാക്കുകയാണ്, അതിന്റെ വില കുറച്ച് കാണിക്കുകയാണ്, ഭയങ്കര തള്ളലാണ്, തള്ളി മറിക്കുകയാണ് എന്നൊക്കെ കളവുകളാണ്. പ്രിയമുള്ളവരെ, കളവുകൾ പറഞ്ഞിട്ട് കേവലം അത്തരം വാക്കുകളോ ഡയലോഗുകളോ ഉരുവിട്ടത് കൊണ്ട് ആ കളവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. കളവുകൾ വിശ്വാസികൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. കളവുകൾ ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. വബിബൈതിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഭവനമുണ്ട്. ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹൻ, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഭവനം ലഭിക്കുന്നത് കളവ് പറയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശക്ക് പോലും കളവ് പറയാത്തവർക്കാണ് സ്വർഗം. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം എന്ന ഹദീസ് കൂട്ടി നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. കളവ് പറയുക എന്നത് അത്രയും ഗൗരവത്തിലാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകളിൽ വളരെ ഗൗരവമേറിയതാണ് കളവ് പറയുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കളവ് പറയുന്നവൻ അല്ലാഹുവിന്റെ മുമ്പിൽ കള്ളൻ എന്ന് രേഖപ്പെടുത്തു. എത്ര ഗൗരവമുള്ള പദമാണ് കളവ് പറയുന്നവർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കളവ് പറയുന്നവരെ അല്ലാഹു കള്ളൻ എന്ന് എഴുതി വെക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഏറെ ഇഷ്ടം
ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ സ്വർഗത്തെ ചോദിക്കുന്ന, നമ്മൾ എല്ലാ കർമ്മങ്ങളും ആ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ റബ്ബ് നമ്മളെ കുറിച്ച് കള്ളൻ എന്ന് എഴുതി വെച്ചാൽ നമ്മളെക്കാളും വലിയ ഹതഭാഗ്യന്മാരാരുണ്ട്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വായിച്ചത് അങ്ങനെയാണ്, കള്ളൻ എന്ന് എഴുതി വെക്കുമെന്ന്. നമ്മൾ പറയുന്ന ഒരു വാക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു കള്ള പ്രവർത്തനങ്ങൾ ഓരോന്നിനെയും ഗൗരവത്തിൽ കാണണമെന്നാണ് പറയുന്നത്. കയ്പാണെങ്കിൽ പോലും സത്യം മാത്രം പറയണമെന്ന ഹദീസ് എത്രയോ ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടായാലും സാരില്ല, അവിടെ സത്യം പറഞ്ഞതുകൊണ്ട് ഒരൽപ്പം വേദന സഹിക്കേണ്ടി വന്നാലും, ഒരൽപ്പം അഭിമാനത്തിന് ക്ഷതം വന്നാലും സാരില്ല, കളവ് പറയാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് കളവ് പറയാത്ത മേഖല ഏതാണുള്ളത്? ഏതു മേഖലയിൽ ഇടപെട്ടാലും ഫോൺ കൊണ്ട് സംസാരിക്കുന്നവരാണ് നമ്മൾ. ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും? നിസ്സാരമായി കളവ് പറയുന്നവർ, കള്ളത്തരങ്ങൾ കാണിക്കുന്നവർ. ഓരോരുത്തരും അവരവരുടെ സന്ദർഭങ്ങളെ ചേർത്തു വായിക്കേണ്ടതുണ്ട്. ഷോപ്പിൽ നിൽക്കുന്നവർ, അതേപോലെ തന്നെ മുതലാളിയായി നിൽക്കുന്നവർ, തൊഴിലാളിയായി നിൽക്കുന്നവർ, ഓരോരുത്തരും അവരവരുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ സംസാരിക്കുമ്പോൾ നിസ്സാരമാക്കി കളയുകയാണ്. അന്ന് വരും, ദാ വന്നു, എത്തി, പുറപ്പെട്ടു എന്നൊക്കെ പറയും. ഇപ്പൊ എത്തിയെന്ന് വിചാരിക്കുക, പുറത്തുനിന്ന് കാത്തുക്കും, അയാൾ മറ്റൊരു പണിസ്ഥലത്താണ്. എത്ര നിസ്സാരമായിട്ടാണ് ആളുകളെ വഞ്ചിക്കുന്നത്. കളവല്ലേ പ്രിയമുള്ളവരത്? നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ, പഠനത്തിന്റെ മേഖലയിൽ ഇടപെടുന്നവർ അങ്ങനെ, ജോലിയുമായി ബന്ധപ്പെടുന്നവർ അങ്ങനെ, വീട്ടിലിരിക്കുന്നവർ, കമ്പനിയിലെ മുതലാളി സ്ഥാനത്ത് നിൽക്കുന്നവർ, സ്ഥലം വിൽക്കുന്നവർ, എത്ര നിസ്സാരമായി കളവ് പറയുന്നു അല്ലെ? 4 ലക്ഷം രൂപക്ക് ഒരു സ്ഥലം വാങ്ങുന്നു, മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ 8 ലക്ഷം പറഞ്ഞിട്ട് അവർ ഒരൽപ്പം കുറക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരമായിട്ട്, ഞാൻ വാങ്ങിയത് ആ പൈസക്കാണ്, എനിക്കൊന്നും കിട്ടൂല. 4 ലക്ഷം രൂപക്ക് വാങ്ങിയിട്ട് 8 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനിടയിലെ വലിയ സംഖ്യ, ആ കളവ് ഒരു ഗൗരവമില്ലാതെ അത്രയും നിസ്സാരമായി കാണുന്നവർ, വളരെ നിസ്സാരമായിട്ടാണ് ഇപ്പോൾ കളവുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കളവുകൾ മാറ്റി നിർത്തിയാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. കളവുകൾ പലതരത്തിലുണ്ട്. അള്ളാന്റെ പേരിൽ കളവുണ്ട്, അള്ളാന്റെ പേരിൽ കളവ് പറയുന്നവർ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അത്തരം ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ കള്ളം പറയുന്ന ആളുകൾ, അത്തരം ആളുകൾക്കുള്ള സങ്കേതം നരകമാണ്. വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബൂ അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ. അവരുടെ മുഖം ഇരുണ്ടതായി മാറും, അവരുടെ മുഖം ഇരുണ്ടതായി മാറും. അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമക്കുന്ന ആളുകൾ ഖിയാമത്ത് നാളിൽ അലൈസ ഫീ ജഹന്നമ മത്വൽ ലിൽ മുതകബ്ബിരീൻ. അത്തരം അഹങ്കാരികളെ, അള്ളാഹുവിനെ ഉപയോഗിച്ച പദം അതാണ്, അത്തരം അഹങ്കാരികൾക്കുള്ള സങ്കേതം നരകമല്ലയോ? അവരുടെ സ്ഥലം നരകമാണ്. നരകമാണ് കളവ് പറയുന്നവരുടെ ഇടം എന്ന് മനസ്സിലാക്കുക. അള്ളാന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയലും ഇതുപോലെ ഗൗരവമുള്ള വിഷയമായി നാം മനസ്സിലാക്കണം. നരകത്തിൽ സീറ്റുറപ്പിക്കുന്ന വിഷയമാണ് പ്രവാചകന്റെ പേരിൽ കളവ് പറയൽ. ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബിൻ അലാ അഹദിൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുന്ന പോലെയല്ല എന്റെ പേരിൽ ഒരു കളവ് പറയൽ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തിരിക്കുന്നു, നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്നത്, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല, റസൂലിന്റെ പേരിൽ കളവ് പറയാൻ പാടില്ല, ഒരു വ്യക്തിയുടെ പേരിലും ഒരു ആരോപണവും പറയാൻ പാടില്ല. ആരോപണം പറയാം വ്യക്തികളുടെ പേരിൽ, അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ ഇടപെടുന്നുണ്ടോ, പ്രിയമുള്ളവരെ, കളവിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് അപ്പോൾ തന്നെ അടിച്ചുവിടുന്നൊരു സംവിധാനം ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. സോഷ്യൽ മീഡിയകൾ, നമ്മുടെ മൊബൈൽ ഫോൺ, എവിടുന്നോ ആരോ തന്നു അപ്പം തന്നെ അത് ഷെയർ ചെയ്തു, ഒരൽപ്പം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങളിലൊക്കെ ഒരു വാർത്ത കിട്ടിയാൽ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. കിട്ടുന്നതൊക്കെ ഷെയർ ചെയ്യുന്ന കാലഘട്ടമാണ്. ഒരൽപ്പം 1, 2, 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുക.
പച്ചയായ കളവുകളായിരിക്കും. പ്രിയമുള്ളവരെ, സെക്കൻഡുകൾ മതി കളവുകൾ പ്രചരിക്കാൻ എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ചെയ്യുന്നതും പറയുന്നതുമൊക്കെ സത്യമാക്കാൻ നമ്മൾ ശ്രമിക്കുക. കള്ളത്തരത്തെ മാറ്റിവെച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദർശ സഹോദരങ്ങളെ സന്ദർശിച്ചാൽ സ്വർഗമുണ്ട് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിരിജാലികും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ ചില ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാല, അവിടുന്ന് പ്രവാചകൻ ഉത്തരം നൽകിയത്, വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്രി ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന. ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോയവൻ, അവന്റെ പ്രതീക്ഷ, അവന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഇഷ്ടം ആഗ്രഹിച്ചിട്ടാണ് ഒരു അങ്ങാടിയിൽ നിന്ന്, ഒരു പട്ടണത്തിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തുള്ള സഹോദരനെ സന്ദർശിക്കാൻ പോയത് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. സന്ദർശിക്കാൻ പോയ സ്വർഗമുണ്ട്. മറ്റൊരു ഹദീസിൽ, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിമ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി ഹത്താ യർജിഅ. ഒരു സഹോദരനെ കാണാൻ പോയി തിരിച്ചു വരുന്നത് വരെ അവൻ സ്വർഗത്തിന്റെ തോട്ടത്തിലാണ്, എന്നെടുത്ത് പറഞ്ഞു. ഒരാളെ കാണാൻ പോകുമ്പോൾ കേവലം ബന്ധം പുതുക്കൽ മാത്രമല്ല, കുറെ ആയില് പോയിട്ട് എന്ന ഒരു അങ്ങോട്ടിങ്ങോട്ടും വെറും നിസ്സാരമായ ഒരു വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ആ പ്രവർത്തനം കൊണ്ട് തനിക്ക് കിട്ടിയ 15 മിനിറ്റിന്റെ ഗ്യാപ്പ് താൻ ഇഷ്ടപ്പെടുന്ന തന്റെ നാട്ടിലെ ഒരു സഹോദരന്റെ വീട്ടിൽ പോയിട്ട് അവനുമായി ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ, ആ സംസാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഓഫർ സ്വർഗമുണ്ട് എന്നതാണ്. എത്ര നിസ്സാരമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന, സ്വർഗത്തിലേക്ക് എളുപ്പമാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് എടുത്തു പറഞ്ഞു. ഒരു സഹോദരനെ കാണാൻ പോയാൽ തന്നെ സ്വർഗമുണ്ട്. ഒരു രോഗിയായിട്ടാണ് അവന്റെ അരികിലേക്ക് പോകുന്നതെങ്കിൽ അതിനേക്കാളും വലിയ പ്രതിഫലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ബാധ്യതയായി 6 കാര്യങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് എടുത്തു പറഞ്ഞത് വഇദാ മരിള ഫഉദുഹു, രോഗിയായാൽ അവനെ സന്ദർശിക്കാൻ പോവുക എന്നതാണ്. രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ മൻ ആദ മരീളൻ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, തിബ്ത വതാബ മംശാക് വതബവഅത മിനൽ ജന്നതി മൻസില, നീ നല്ലത് പ്രവർത്തിച്ചു, നീ നല്ല വഴിയാണ് സ്വീകരിച്ചത്, ഇതാ സ്വർഗത്തിൽ ഒരു ഭവനം നിനക്ക് വേണ്ടി നിർമ്മിക്കുകയാണ്. ഒരു രോഗിയെ കണ്ടിട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കേവലം ആ രോഗിക്ക് കിട്ടുന്ന സമാധാനം മാത്രമല്ല, അതിനപ്പുറത്ത് നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്, സ്വർഗത്തിൽ ഭവനമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ചെറിയ കാര്യം, ഒരുപാട് വിശദീകരിക്കുന്ന മേഖലകളുണ്ട്, പക്ഷേ എളുപ്പം വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത് അനാഥരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അനാഥകരായ കുട്ടികൾ, ഉപ്പ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടികൾ, അവർ അനാഥരാണ്. അവരെ സംരക്ഷിക്കുന്ന വിഷയം ഏറ്റെടുത്താൽ അത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നത് അന വകാഫിലുൽ യതീം ഫിൽ ജന്നതി ഹകദ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അശാറ ബിസബ്ബാബത്തിൽ വൽ ഉസ്ത, പ്രവാചകൻ 2 വിരലുകൾ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എന്ന്. 2 വിരൽ ചേർത്തിട്ട് ഞാനും ആ യതീമിനെ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാകും. സ്വർഗം കിട്ടാൻ, യതീമിനെ സംരക്ഷിക്കാൻ, അതിനനുസരിച്ച് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ ആ നേട്ടം നേടിയെടുക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ദമ്മ യതീമൻ ലഹു ഔ ലിഗൈരിഹി ഹത്താ യുഗ്നിഹു അല്ലാഹു അൻഹു വജബത് ലഹുൽ ജന്ന, വജബത് ലഹുൽ ജന്ന, ഓൻ സ്വർഗം നിർബന്ധമാണ് എന്നതാണ്. യതീമിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ എടുത്തു പറഞ്ഞത്. ഒരു പണിയില്ല, വളരെ എളുപ്പത്തിൽ ഇത് ചെയ്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കഴിയുന്ന രീതിയിൽ, നമുക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊടുക്കാൻ കഴിയുന്നവരെ ബന്ധപ്പെടുത്തി അവരെ സഹായിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായാൽ അതൊക്കെ സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സലാം പറയലുമായി ബന്ധപ്പെട്ടിട്ടാണ്. സലാം പറഞ്ഞാൽ സ്വർഗപ്രവേശനം എളുപ്പമാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, ഒരാൾ വിശ്വാസിയാകുന്നത് വരെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ വിശ്വാസികളാകാനും കഴിയില്ല. പരസ്പരം ഇഷ്ടപ്പെടണമെങ്കിൽ അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരാം, ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാകും. വിശ്വാസിയായാലേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ, പരസ്പരം ഇഷ്ടപ്പെട്ടാലേ വിശ്വാസിയാകാനും കഴിയുള്ളൂ. പരസ്പരം ഇഷ്ടപ്പെടണമെങ്കിൽ അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണമെന്നതാണ്. അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ, ഇതാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാചകത്തിന്റെ അർത്ഥം. അത് പരസ്പരം കാണുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, ജോലി സ്ഥലത്ത്, അങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ നമ്മുടെ സഹോദരന്മാരെ കാണുന്നുണ്ടോ ആ സമയത്തൊക്കെയും സലാം വ്യാപിപ്പിക്കുക എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന പരിപൂർണമായ സലാം പറയാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് 30 പ്രതിഫലമുണ്ട് എന്ന് ഹദീസ് എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ തിരിച്ചു മടക്കാൻ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ സമാധാനവും ബറക്കത്തും കാരുണ്യവും ഒക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് സലാം. അത് വ്യാപിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന കാര്യമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ വിശ്വാസം വേണം. വിശ്വാസം വേണമെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടണം. പരസ്പരം ഇഷ്ടപ്പെടണമെങ്കിൽ സലാം വ്യാപിപ്പിക്കണമെന്ന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച്, ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് സ്വർഗപ്രവേശനത്തിന് എളുപ്പമാക്കുന്ന ഒരു ജീവിത രീതി സെറ്റ് ചെയ്തിട്ട് ഈ ലോകത്ത് ഇവിടെ പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചു വന്നത്. കേവലം സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങളുണ്ട് എന്ന് ആ സുഖങ്ങൾ എങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതിനപ്പുറത്ത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഓരോ വിഷയങ്ങളെ നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യമില്ല, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ലോകത്തിന് വിട പറയാൻ കഴിയും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഓരോ കാര്യങ്ങളാണ്. അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ഭവനമുണ്ട്, അവർ സ്വർഗത്തിന്റെ മാർഗത്തിലാണ് എന്നൊക്കെ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്താൽ സ്വർഗപ്രവേശനം എളുപ്പമാക്കി കിട്ടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി അതിലേക്ക് ചേർത്ത് വെക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്നതിന്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കതുമായി ബന്ധപ്പെട്ട് ഈമാനിന്റെ ഭാഗമായി എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 അല്ലെങ്കിൽ 60 ശാഖയാണ്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിലൊരു ഭാഗം, അതിലെ താഴ്ഭാഗത്ത് അതിലൊരു ഭാഗമായി എടുത്തു പറഞ്ഞത് വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്നതാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ ഈമാനിന്റെ ഭാഗമായി എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളെ കുറിച്ച് പറയാം. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾ എന്ന് പറഞ്ഞിട്ട് മർറ റജുലുൻ ബിഗുസ്നിൻ ശജറത്തിൻ അലാ ലഹ്രി ത്വരീഖിൻ, ഒരു വഴിയിൽ ഒരു മരമുള്ള അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തടിയുള്ള ഒരു റോഡിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നുപോയി. അയാൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഉനഹിയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ, ഇത് മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയുള്ളൂ. ലാ യുഅദീഹിം, അവർക്കത് ആ നിലക്ക് പ്രയാസമുണ്ടാക്കും, ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അത് അയാൾ ഇങ്ങനെ ഒഴിവാക്കി, അത് മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഉദ്ഖിലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അയാൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു. നിസ്സാരമായ കാര്യമാണ്. അത് മുസ്ലിങ്ങൾക്ക് പ്രയാസമാവുമല്ലോ, അത് മറ്റൊരാൾക്ക് പ്രയാസമാകുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ നിർവഹിച്ചാൽ, നമ്മുടെ പള്ളിയിൽ
ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇതൊരു പ്രയാസമാകുമല്ലോ എന്ന് കാണുന്നൊരു വിഷയം നമ്മളൊന്ന് മാറ്റിവെച്ചാൽ, ഒരു കസേര ഒരു മധ്യത്തിൽ കാണുമ്പോൾ അതൊന്നെടുത്ത് സൈഡ് വെക്കുക. നമസ്കരിക്കുന്നവർക്ക് ഒരു പ്രയാസമാണല്ലോ ആ പല്ലിക്കാട്ടം എന്ന് മനസ്സിലാക്കി അടുത്തുള്ളൊരു വസ്തു ഉപയോഗിച്ച് അത് ഒഴിവാക്കുക. അത്ര നിസ്സാരമാണ്. മറ്റൊരാൾക്കുണ്ടാകുന്ന പ്രയാസത്തെ, അയാൾക്കുണ്ടാകുന്ന വേദനയെ ഇല്ലാതാക്കിയാൽ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ, അങ്ങനെ ഏതും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യം നമ്മൾ മാറ്റിവെച്ചാൽ, ഡ്രൈവർമാർ അത് ആ നിലക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഡ്രൈവിങ് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വളരെ വേഗതയിൽ പോകുന്നവരും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടായി പാർക്കിംഗ് ചെയ്യുന്നവരും, അങ്ങനെ എല്ലാം ഓരോ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കുക. താൻ ഇടപെടുന്ന മേഖല ഏത് എന്ന് തനിക്കറിയാം. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ മേഖലകൾ ഇടുന്ന ആളുകളാണ്. നമ്മുടെ ഇടപെടൽ കൊണ്ടോ സംസാരം കൊണ്ടോ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാറില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നതാണ്. എങ്കിൽ സ്വർഗം കിട്ടും, വെറുതല്ല. ആളുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നതോ ആളുകളുടെ കയ്യടി കിട്ടുമെന്നോ ആളുകൾ വളരെ നല്ലവരാണ് എന്ന് പറയുമോ ഇതൊന്നുമല്ല. അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയേക്കാം. ഏറ്റവും വലിയ ലക്ഷ്യം ഇതിലൂടെ എനിക്ക് സ്വർഗം കിട്ടും. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ചെറിയൊരു പ്രവർത്തനം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ദുനിയാവിൽ ഒരു വീടുണ്ടാക്കാനുള്ള പ്രയാസം നമുക്കറിയാം. വീട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത്ര വലിയ അനുഗ്രഹമാണ്. സ്വർഗത്തിലൊരു സ്ഥലം, അല്ലേ, സ്വർഗത്തിലൊരു വടി വെക്കാൻ, ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സുഖങ്ങളാണ് സ്വർഗത്തിലുള്ളത്. ജീവിതത്തിന്റെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം ആ സ്വർഗമായിരിക്കണം. തന്റെ സംസാരവും പെരുമാറ്റവും ഇടപെടലും പ്രവർത്തനങ്ങളും എല്ലാം ആ സ്വർഗത്തിന് വേണ്ടിയാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്വർഗത്തിന് തടസ്സമാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും ജീവിതത്തിൽ ഏറ്റിവെച്ച് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അല്ലാഹുവിന്റെ മഹനീയമായ സ്വർഗം നേടിയെടുക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്. അല്ലാഹു ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയവർ, പള്ളിയിലെത്താൻ കഴിയാത്തവർ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ആളുകൾ, അല്ലാഹുവേ എല്ലാവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റവും കൃത്യമായി അറിയുന്നവൻ നീയാ. അല്ലാഹുവേ എല്ലാ നിലക്കും എല്ലാവരുടെ പ്രയാസങ്ങളും എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ഈ ലോകത്ത് വിട പറയുമ്പോൾ ഏറ്റവും നല്ല തൗഹീദുള്ളവനായി ഏറ്റവും ശരിയായ വിശ്വാസവുമായി വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, സഹപ്രവർത്തകർ, അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.